ബാക്കിൽ നിങ്ങൾക്ക് ചുറ്റും പാടല്ലേ കാണാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറാൻ പോകണല്ലോ കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മളതിൻ്റെ പുറത്തുള്ള ആ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ നിന്നൊരു ഇൻട്രോ തുടങ്ങാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ട്രെയിൻ സ്പോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോണത്. നല്ല പാലക്കാട് ഡിവിഷൻ്റെ ട്രെയിനുകൾ നല്ല 110 ഇവിടെ നിന്ന് നല്ല സ്കിപ്പ് ചെയ്ത് പോകുന്ന ട്രെയിനുകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു സ്റ്റേഷനാണ്. കാരണം ടുവേർഡ്സ് കോഴിക്കോട് പോകണ ഭാഗം നല്ല തിരിഞ്ഞിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ട്രെയിൻ സ്പോട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഈ കാഴ്ചകളൊക്കെ ക്യാപ്ചർ ആയിട്ട് പോകട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാം. ഞാൻ ഈ വണ്ടിയിലാട്ടോ വന്നിറങ്ങിയത് 16609 തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്. അപ്പോൾ ഇതിവിടെ പള്ളിപ്പുറത്ത് ഇപ്പോൾ ഒരു ചെറുതായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അവിടെ റെഡാണ്. കാരണം ഇപ്പോൾ നമുക്ക് ആ ഷൊർണൂരിൽ നിന്ന് നമ്മുടെ റോക്കറ്റ് വരുന്നുണ്ട്. മലബാറുകാരുടെ സ്വന്തം റോക്കറ്റ് ഇൻട്രസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിവിടെ പിടിച്ചിട്ടിരിക്കുക. 22610 കേട്ടോ, കോയമ്പത്തൂർ മംഗലാപുരം സെൻട്രൽ ഇൻട്രസിറ്റി സൂപ്പർ ഫാസ്റ്റ്. മലബാറുകാരുടെ സ്വന്തം റോക്കറ്റ് ഇത് ഇവിടെ നിന്ന് പെടച്ച് വരുന്നുണ്ട്. നല്ല പടപടച്ചാട്ടോ വന്നുകൊണ്ടിരിക്കണേ. രണ്ട് വണ്ടി ഒരേ ഫ്രെയിമിൽ കിട്ടിട്ടോ നമുക്ക്. 110 അങ്ങനെ പടച്ച് പോണ കാണാൻ നല്ല രസമുണ്ട്. തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. സിഗ്നൽ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് പോയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ എടുക്കുകയാണ് വണ്ടി. ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസിറ്റി എറണാകുളം കണ്ണൂർ പോയിട്ടേ പോകുള്ളൂ വിചാരിച്ചേട്ടോ. അല്ല, വണ്ടി എടുക്കുകയാണ് ഇവിടെ നിന്ന്. സാധാരണ ഇതിന് മുന്നൊക്കെ ഞാൻ വന്നിട്ടുള്ള അപ്പോൾ നമ്മുടെ 3 വണ്ടിയൊക്കെ എനിക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഒരു ഓവർടേക്കും 2 ക്രോസിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്പോട്ട് ചെയ്യണ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ വണ്ടികൾ, മറ്റേ ഷൊർണൂർ പട്ടാമ്പി എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ സിഗ്നലിൽ നിന്ന് അങ്ങോട്ട് കയറി പറഞ്ഞ 110 കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞ് പറഞ്ഞ വണ്ടികൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ, കോഴിക്കോട് സൈഡിൽ നിന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗത്തോട്ട് പോകാം. കാരണം ഇപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ നിന്നാണ് വരാനുള്ളത്. നമ്മുടെ 16305 എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻട്രസിറ്റി. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ട്രെയിനുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു ചെറിയ സ്റ്റേഷനാട്ടോ. ഞാൻ സ്റ്റേഷൻ്റെ മറ്റേ ബിൽഡിങ്ങുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് കിടക്കുമ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ ഇൻട്രസിറ്റി വരാറായി തോന്നുന്നുണ്ട്. കാരണം ആ കൊടിയും പിടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ആൾ വരുന്നുണ്ട്. നമുക്കവിടെ ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇൻട്രസിറ്റി 16305 അവിടെ നിന്ന് വരുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ കയറി നല്ല 110 അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. പാടം മൊത്തത്തിൽ ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞാട്ടോ കിടക്കണത്.
ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗം കേട്ടോ. ഇത് ആ മെയിൻ ലൈനും ലൂപ്പ് ലൈനൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് 4 ലൈനുള്ളത് തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിൽ നീളമുണ്ട് തമ്മിൽ ട്രാക്കിൻ്റെ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ. നമ്മുടെ സ്റ്റേഷൻ വരുന്നത് ആ ഒരു ഭാഗത്താട്ടോ. നമുക്ക് ആ കാണുന്ന വഴി കൂടെ അങ്ങനെ കയറി നേരെ മേലേക്ക് പോവാം. ഈ റോഡ് ഇങ്ങനെ പോയിട്ടുണ്ടോ, നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വരാം. എന്താണല്ലോ നോക്കാമല്ലോ. ഇതിപ്പോൾ എവിടം വരെ ചെറിയൊരു വഴിയാട്ടോ ഇത്. ഒരു ബൈക്കൊക്കെ വരണ രീതിക്കേ ഉള്ളൂ. ചെറിയൊരു കാറും വരും കേട്ടോ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ മേലേക്കൊന്നും എനിക്ക് ഇവിടെ കണ്ടിട്ട് തോന്നണില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കിനി ഒരു 10 മണി അടുപ്പിച്ചടുത്ത ട്രെയിനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വഴി അങ്ങനെ നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ വഴി അങ്ങനെ മെയിൻ റോഡിലോട്ടുള്ള കണക്ഷനാണ് തോന്നുന്നു കേട്ടോ. ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഊട് വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ഈ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള വഴി കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നേരെ ഈ കാണുന്ന വഴി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ സ്റ്റേഷനിലോട്ട് അങ്ങോട്ട് കയറാം നമുക്ക്. ചെറിയ ഒരു തോടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറിയൊരു തോടും പിന്നെ ആ പച്ചപ്പ് എന്നൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല ഒന്നും പറയാനായിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ എത്ര നേരം ഇവിടെ ഷൂട്ട് ചെയ്താലും ആ ഒരു ഭംഗി മാറുന്നില്ല. കാരണം മഴ പെയ്ത് നിൽക്കുന്ന സമയത്തുകൊണ്ടേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് ആ കൈത്തോട് വരുന്നത്. ചെറിയൊരു കണക്ഷനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്തത്. അത് ആ മഴ പോയതിൻ്റെ ഉടനെ ഉള്ളൊരു ഭംഗിയായിട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഒന്ന് മഴ മാറി പോയിട്ടേ ഉള്ളൂ. എന്നാൽ അടുത്ത മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സൈഡത്തൊക്കെ നല്ല തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഷെഡ് കാണാം കേട്ടോ. അവിടെ വെയിറ്റിംഗ് ഹോള് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് വെച്ചിട്ട് ആൾക്കാർ വരുന്നുള്ളത്. നമ്മൾ ആ ബൈക്ക് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ കാണുന്ന വഴിയിൽ ഇവരിങ്ങനെ നടന്നു വരുന്ന വഴി ഇങ്ങനെ വന്ന് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കയറുമ്പോഴാട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരണത്. നല്ല രസമുണ്ട് ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. ഇവിടെ നിന്നാലും ഇങ്ങനെ സ്പോട്ടിങ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ വഴിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഇതാണ് ആ ഫസ്റ്റ് പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ. കോഴിക്കോട് പോകുന്നൊരു ഭാഗമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. നമുക്ക് മുമ്പിലോട്ട് നടന്ന ആ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ട് നമുക്ക് എക്സിറ്റിൽ കൂടെ ഒന്ന് പുറത്തേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ ട്രെയിനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. മുമ്പിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നോക്കണ സമയത്ത് മെയിൻ ഷെഡുകൾ അവിടെ ഒരെണ്ണുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഷെഡുണ്ട്, അപ്പുറത്ത് അതുപോലെ ചെറുതുണ്ട്. പിന്നെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂം വരുന്ന സ്ഥലത്തും ടിക്കറ്റ് കൗണ്ടർ വരുന്ന സ്ഥലത്താട്ടോ അത്യാവശ്യം ഒരു ചെറിയ ബിൽഡിംഗ് പോലെ കെട്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് കറക്റ്റ് നടുക്കാണുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പാടത്തിൻ്റെ സൈഡിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി 8:45 ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് 9:30 ടൈമിലാട്ടോ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കിട്ടുമോ നോക്കണം. നമുക്കിത് ഈ കാണുന്നതാട്ടോ എക്സിറ്റ് വരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ നേരെ കാണാനാണ് എക്സിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ പുറത്തേക്ക് കിടക്കാം. നമ്മളിത് അവിടെ നിന്ന് നടന്ന് ഈ വൈൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ടൈമിങ്സ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് പോണ ട്രെയിനിൻ്റെ ടൈമിങ്സും അതുപോലെ തന്നെ ഈ ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടുവേർഡ്സ് ഷൊർണൂർ, ടുവേർഡ്സ് കോഴിക്കോട് എന്ന് 2 ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് QR-ൻ്റെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റെയിൽ വണ്ടി QR ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം. ഞാനിത് യൂസ് ചെയ്തിട്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇതാണൊരു എക്സിറ്റ് വരുന്ന ഭാഗം. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മേലോട്ട് കയറിയിട്ടേ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടുമോ നോക്കാം കേട്ടോ. അവിടേക്ക് മെയിൻ റോഡ് കാണാനുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഇതാ കാണുന്ന മെയിൻ റോഡാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. മെയിൻ എൻട്രൻസ് ആണ് ഈ ഭാഗം. അപ്പം അത്യാവശ്യം കുറച്ചൊരു വലിയ സ്റ്റേഷൻ തന്നെയാണ്. ഭയങ്കര ചെറുതെന്ന് പറയില്ല കേട്ടോ. കാരണം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കാര്യമായിട്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ കൃപയാ ധ്യാൻ ദേ गाड़ी संख्या 1660 कन्नूर कोयम्बटूर एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 2 पर आएगी. For the kind attention of passengers, train number 1667 Kannur Coimbatore Express will arrive shortly on platform number 2. ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനാട്ടോ. കണ്ണൂർ കോയമ്പത്തൂർ, അതുപോലെ കോയമ്പത്തൂർ കണ്ണൂർ. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ കേട്ടത്. കുറച്ച് ട്രെയിനുകളൊക്കെ അവിടെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ആ സമയത്തോടെ നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആട്ടോ കയറി വരണത്. അതിനവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ലൂപ്പ് കയറി വരണതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പതുക്കെയാണ് ലൂപ്പ് കയറി വരണത് കേട്ടോ. ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൈക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി ആയിട്ട് റൈക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി ആട്ടോ ഇത്. എൻ്റെ ബോർഡിൽ കാണാം റൈക്ക് ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ.
ഈ വണ്ടിക്ക് റേക്ക് ഷെയറിങ് കണ്ടില്ലേ, മധുരൈ കോയമ്പത്തൂർ, അതുപോലെ തന്നെ കണ്ണൂർ മംഗലാപുരം, കണ്ണൂർ കോയമ്പത്തൂർ, ബോധിനായക്കനൂർ മധുരൈ, ഇത്രയും റേക്ക് ഷെയറിങ് ഒരു വണ്ടി കേട്ടോ നമ്മുടെ ഈ 16607. അപ്പോൾ ഇപ്പോൾ ഇത് പള്ളിപ്പുറം സ്റ്റേഷനിൽ ഒന്ന് നിൽക്കുകയാണ്. നമ്മൾ ആ കയറുന്ന സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാലും അവിടെ നിന്ന് എടുത്തു. നമ്മൾ ഇതിനിവിടെ ഹോൾട്ട് ഉണ്ട്, 1 മിനിറ്റ് തന്നെ ഹോൾട്ട് ഉള്ളൂ കേട്ടോ. വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ, 1 മിനിറ്റ് തന്നെ ഹോൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ണൂർ കോയമ്പത്തൂർ ഇവിടെ നിന്ന് പോവാണ്. വന്ദേ ഭാരത് അടിച്ച് മിന്നിച്ച് വരുന്നുണ്ടോ അവിടുന്ന്. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, വന്ദേ ഭാരത്. നല്ല അടിച്ച് മിനിച്ചാണ് പോയത്. തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് ആണ് കേട്ടോ വരുന്നത്. 20634 ട്രെയിൻ നമ്പർ. നമ്മുടെ പരശുറാമ പെടച്ച് വരുന്നുണ്ട് കേട്ടോ, മംഗളൂരു സെൻട്രൽ കന്യാകുമാരി. ട്രാക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കണില്ലേ നല്ല രീതിക്ക്, കട്ടക്ക് കട്ടക്ക് എന്ന് പറഞ്ഞിട്ട്. 16649. SLRD കോച്ച് കിടന്നത് ഇപ്പൊ നല്ല സൗണ്ടാട്ടോ, അത്രയും സ്പീഡിലാണ് പോണേ. ICFന്റെ ഒരു സൗണ്ടാണ് കേൾക്കണത്, നല്ല കട്ടക്കട്ടക്ക് പറഞ്ഞ സൗണ്ട് കേൾക്കണ്ടായിരുന്നു ഇത് കയറി വരുമ്പോ തന്നെ. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നു പോണ കണ്ടില്ലേ. ഇവരിങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരാട്ടോ. അവരാ നിങ്ങൾക്ക് അവിടെ ചെറിയ വഴി കാണല്ലേ, അങ്ങനെ നടന്ന് വന്ന് സ്റ്റേഷനുള്ളിൽ കൂടെ കയറി ഈ FOB കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് പോട്ടോ. കാരണം അവിടെയാണ് കവലയുള്ളത്, ജംഗ്ഷൻ ഉള്ളത് അവിടെയാണ്. അവിടെ നിന്നാണ് ബസ്സൊക്കെ കിട്ടുക. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ ജോയിനുള്ള വഴി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊത്തം പാടം തന്നെ കേട്ടോ, ഈ സ്റ്റേഷൻ്റെ ആ 2 സൈഡും പാടമാണ്. ഈ ഒരു സൈഡിലാണ് പിന്നെ നമുക്കൊരു ജംഗ്ഷനൊക്കെ വരണോണ്ട് ഒരു മലയിലാട്ടോ ഏറ്റവും നല്ലോണം കയറിയിട്ട് വേണം നമുക്ക് ബസ് സ്റ്റാൻഡ് അങ്ങോട്ടൊക്കെ എത്താനായിട്ട്. 16606 നമ്മുടെ ഏറനാട് എക്സ്പ്രസ് അവിടെ നിന്ന് അടിച്ച് മിന്നിച്ച് വരുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, ഏറനാട്. ഇവിടെയൊക്കെ 110 ആയതുകൊണ്ട് തന്നെ ആ ലൂപ്പിൽ കൂടെ ഒക്കെ നല്ല ആ ലൂപ്പ് സെക്ഷനൊക്കെ ഇൻ്റർസെക്ഷൻ ചെയ്യണ പോയിൻ്റൊക്കെ അതിൻ്റെ മേലെ കൂടെ നല്ല അടിച്ച് പറത്തിയാൽ വരിക. മംഗളൂരു സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് ആട്ടോ പോണത് 16610.
ചാത്തൻ അനൗൺസ്മെന്റ് ആണ് കേട്ടോ. ചാത്തൻ ഇപ്പൊ ആ ലൂപ്പ് കയറി ഇങ്ങോട്ട് കയറി വരും. നല്ല രസം അത് കാണാനായിട്ട്. നമ്മുടെ ചാത്തൻ്റെ ലൂപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. അതിന് പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ആശാനൊരു 2 P4 ആണ്, ഒരെണ്ണം ഫെയിൽഡ് ആട്ടോ. അപ്പൊ റെസ്ക്യൂ ചെയ്തൊരു P4 കൊണ്ടുവരുന്നുണ്ട് ആശാനെ. അങ്ങനെ നമ്മുടെ ചാത്തൻ്റെ വന്ന് കയറാണ്. അറക്കോണം ഷെഡിന്റെ ഒരു P4 ആട്ടോ മുമ്പിലുള്ളത്. ലീഡ് ചെയ്യണത് ആ P4 ആണ്. ബാക്കിലുള്ളത് ബുസാവൽ ഷെഡിന്റെ P4 ആട്ടോ, 22297. നമ്മുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് ഒരു ആക്സിഡന്റ് റിലീഫ് ആൻഡ് ഒരു കോച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷൊർണൂരിൽ നിന്ന് കൊടുത്തു വിട്ടതാന്ന് തോന്നുന്നു. അപ്പം ഇത് എനിക്ക് മംഗലാപുരത്തേക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിക്ക് ഇവിടെ 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ കേട്ടോ. ഇത് കയറിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി എടുത്തിരിക്കുക കേട്ടോ ഇവിടെ നിന്ന്. ഇതിൽ ആക്സിഡന്റ് റിലീഫ് ആൻഡ് അല്ല തോന്നുന്നു കേട്ടോ, ബോഗി ക്യാരിയിങ് കോച്ച് എന്നാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ പോകണം കേട്ടോ. 2009 മെയ്ഡ് കോച്ചാണ്. നമ്മുടെ വണ്ടി ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് പോവാണ്. 1 മിനിറ്റ് തന്നെ ഹോൾഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ ജനശതാബ്ദിക്ക് വേണ്ടി ഓവർടേക്കിന് വേണ്ടി ഇവിടെ പിടിച്ചിടുന്നത്, പക്ഷേ ഇട്ടില്ല കേട്ടോ. കാരണം ജനശതാബ്ദി ഇപ്പോഴും ഷൊർണൂരിൽ നിന്ന് എടുത്തിട്ടില്ല. അത് ഷൊർണൂരിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് പോയിരിക്കുകയാണ്. ഇത്ര നേരം വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂടി തുടങ്ങി വരുന്നുണ്ട്. മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ ലൂപ്പ് ലൈൻ ഇവിടെ നിന്ന് ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടികളെ കൂടാണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ ലൈനില്ലേ, ഈ ലൈൻ നേരെ ചെന്ന് അവിടെ നിന്ന് ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ആയിട്ട് അവിടെ കാണുന്നത് ലൂപ്പ് ലൈൻ. അപ്പോൾ ഇവിടെ നിർത്തണ വണ്ടികളൊക്കെ അറ്റം പോയിട്ടാണ് ലൂപ്പ് എടുത്ത് മെയിനിലോട്ട് കയറുള്ളൂ. അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന വണ്ടികളും ആ സിഗ്നലിൻ്റെ അപ്പുറത്ത് കാണുന്നത്, ആ സിഗ്നൽ ബാറിൻ്റെ അപ്പുറത്ത് കാണുക അവിടെ നിന്ന് ഇന്റർസെക്ഷൻ പോയിന്റ്, ആ ലൂപ്പ് ലൈൻ്റെ മെയിനിൽ നിന്ന് ലൂപ്പിലോട്ട് കയറി വന്ന് അങ്ങനെയാണ് നേരെ വന്ന് ഈ പ്ലാറ്റ്ഫോമിലോട്ട് കയറുള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എപ്പോഴും സ്റ്റാഫ് ഉണ്ട് കേട്ടോ. മറ്റേ സമയത്തിനല്ല വരണത്. പക്ഷേ കൗണ്ടറിൽ ചെയ്തിട്ടുണ്ട് ട്രെയിൻ വരണതിന് 5 മിനിറ്റ് മുന്നേ അങ്ങനെ എന്തോ കൊടുക്കുള്ളൂ എന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് റെയിൽ വണ്ണിൽ സ്കാനർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അവിടെ സ്കാനർ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും സ്റ്റേഷൻ മാനേജറും ടിക്കറ്റ് കൗണ്ടറിലെ സ്റ്റാഫ് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ്റെ ഈ ഭംഗി തന്നെയാണ്. ഈ ബാക്കിൽ കാണുന്ന മെയിനായിട്ടുള്ള ഗ്രീനറി, ഈ പാടം, ഇതൊക്കെ തന്നെയാട്ടോ മെയിനായിട്ടുള്ള ഭംഗി. നമുക്ക് അത്യാവശ്യം ട്രെയിനുകളിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ ഉണ്ടാവും കേട്ടോ സ്പോട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ JS വരുന്നുണ്ട്, നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി ഇപ്പോൾ വരും. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം കേട്ടോ. പിന്നെ അവിടെ ഏതെങ്കിലും കുറച്ചുകൂടെ ട്രെയിനുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ പള്ളിപ്പുറം സ്റ്റേഷൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേഷൻ്റെ 2 സൈഡും ഈ തൃശ്ശൂരിൽ നിന്ന് വരണ ഭാഗം, നമ്മുടെ പാലക്കാട് തൃശ്ശൂരിൽ നിന്ന് വരണ ഭാഗവും, അതേപോലെ തന്നെ നമ്മുടെ ആ ഭാഗമില്ലേ കോഴിക്കോടിൽ നിന്ന് വരണ ഭാഗവും, 2 ഭാഗവും തിരിവിലാട്ടോ. അപ്പോൾ ഈ സ്റ്റേഷൻ ആ 2 കർവായിട്ടുള്ള ഒരു S പോലത്തെ വളവിൻ്റെ ഒരു സെൻട്രലായിട്ടും ഒരു എൻഡിലായിട്ടൊക്കെ ആ ഒരു ഇതിലൊക്കെ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞ് പറഞ്ഞുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് ബാക്കിലായിട്ടാണ്, എന്നാൽ പോലും നമുക്ക് അവിടെ നിന്ന് ആ ഒരു തിരിഞ്ഞ് വരണത് കാണാൻ പറ്റും ഈ ഒരു എഡ്ജിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. ഇതേ നമ്മുടെ ലെജൻഡറി നേത്രാവതി എക്സ്പ്രസ് ആയിട്ട് വരുന്നത് 163:45. ലോകമാന്യത്തിലേക്ക് LTT തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി. നമുക്ക് അക്നോളജ്മെന്റ് കിട്ടിട്ടോ, അതെന്തായാലും അടിപൊളിയായി. ആ ലോക്കോ ബെൽറ്റ് നമുക്ക് കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ അത് കളിക്ക്. നമ്മുടെ ലെജൻഡറി നേത്രാവതി എക്സ്പ്രസ് ഇതാ കടന്നു പോയിരിക്കുകയാണ് പള്ളിപ്പുറം. നമുക്കൊരു അക്നോളജ്മെന്റ് ഒക്കെ കിട്ടിയിട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഒരു അക്നോളജ്മെന്റ് കിട്ടണത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നേത്രാവതിയുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത് പള്ളിപ്പുറത്ത് നിന്ന് ഇറങ്ങാണ്.
തിരിച്ച് നമുക്ക് പട്ടാമ്പി പോകണം കേട്ടോ. പട്ടാമ്പിന്നാണ് അവിടെ നിന്നാണ് നമ്മൾ എറണാകുളം കയറി തൃശ്ശൂർ പോണത്. അപ്പോൾ ഇവിടം വരെ നമ്മളിപ്പോൾ അത്യാവശ്യം ട്രെയിനുകളൊക്കെ സ്പോട്ട് ചെയ്ത് നമ്മളിത് അവസാനിപ്പിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ആ ബസ്സൊക്കെ കിട്ടേണ്ട ഒരു എക്സിറ്റ് വരുന്നത്. അപ്പുറത്തിൽ കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബസ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഞാനത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 110 അല്ല കേട്ടോ ഇപ്പോഴത്തെ ലിമിറ്റ്. ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ 90 ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ 110 കേട്ടോ പറഞ്ഞത്, പക്ഷേ ഇവിടെ 90 എഴുതി വെച്ചേക്കണത്. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റ്, ഈ സ്പീഡ് ലിമിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ കൗണ്ടറിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാഷ് UPI ഒക്കെ അവൈലബിൾ ആണ്, QR കോഡ് അവൈലബിൾ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ കൗണ്ടർ അടയ്ക്കുന്നതാണ്. അപ്പോൾ അതിന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ പള്ളിപ്പുറം വരുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ അങ്ങനെ 5 മിനിറ്റ് മുന്നേ വന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. 5 മിനിറ്റ് വന്ന് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് കേട്ടോ. ട്രെയിനിൻ്റെ ഫെയർ, അതേപോലെ തന്നെ നമ്മുടെ വണ്ടികളുടെ ഇവിടെ വരുന്ന വണ്ടികളുടെ ടൈമിങ്സ് നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാം കേട്ടോ. ഇതൊക്കെയാണ് അത് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ചെറിയൊരു സീറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ QR കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ടിക്കറ്റ് റീഫണ്ടിൻ്റെ റോളുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഴയതാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അൺറിസർവ്ഡിൻ്റെ കേട്ടോ, അൺറിസർവ്ഡിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1ാം ക്ലാസ് 2nd ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് കാണാം കേട്ടോ. QR നിറച്ച് അവിടെ ഇവിടെയൊക്കെ QR ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം അവസാനിപ്പിച്ചത് പുറത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ രാവിലെ തുടങ്ങിയ ഒരു ട്രെയിൻ സ്പോട്ടിങ് നമ്മളിത് ഉച്ചയാകുമ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രെയിനുകൾ കിട്ടി കേട്ടോ. നമ്മുടെ ബംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത്, അതേപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് കിട്ടി. പിന്നെ നമുക്ക് നേത്രാവതി എക്സ്പ്രസ് കിട്ടി, നമ്മുടെ ജനശതാബ്ദി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ട്രെയിനുകളൊക്കെ നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റി കേട്ടോ. 110 കുറച്ച് പോകുന്ന ട്രെയിനുകളൊക്കെ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതെനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാക്കലാം ഗൈസ്. ബൈ ഫ്രം പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ.